നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് FC ബാഴ്സലോണ ഗെറ്റാഫയുമായിട്ട് കളിക്കാനിറങ്ങിയാണ്. രാത്രി 12:30 ഇന്ത്യൻ സമയം രാത്രി 12:30 ബാഴ്സലോണയുടെ മൈതാനത്താണ് കളി നടക്കുന്നത്. തുടർച്ചയായ 6 മത്സരങ്ങൾ വിജയിച്ചു വന്ന ബാഴ്സലോണ 7ാം മത്സരവും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങുമ്പോൾ മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗൻ അവരുടെ ഗോൾ വലയം കാക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ മത്സരത്തിനായിട്ടുള്ള സ്ക്വാഡ് അവരുടെ കോച്ച് ഹാൻസി ഫ്ലിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സ്ക്വാഡിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. സ്ക്വാഡിലുള്ളത് കുബാസി, ബാൽഡെ, മാർട്ടിനസ്, ഫെറാൻ, പെഡ്രി, ലെവൻഡോസ്കി, അൻസു ഫാറ്റി, റാഫീഞ്ഞ, ഇനാക്കി പെന, പാബ്ലോ ടോറെ, കസാഡോ, പാവ് വിക്ടർ, ലാമിൻ യമാൽ, കൂണ്ടെ, എറിക്ക്, അസ്ട്രാലഗ, ഫോർട്ട്, ജെറാഡ് മാർട്ടിന്, ഡൊമിംഗസ്, കുയങ്ക, യാക്കോബിഷ്വിലി, ഗുയർമോ, അതുപോലെ ഫെർണാണ്ടസ് എന്നിവരാണ് സ്ക്വാഡിൽ. ഇത് നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോൺ യാക്കോബിഷ്വിലി സ്ക്വാഡിലേക്ക് വരുന്നു. 18-കാരനായിട്ടുള്ള താരം ഗോൾ കീപ്പറാണ്. സോ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ക്വാഡാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഹാൻസി ഫ്ലിക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് മുണ്ടോ ഡിപ്പോർട്ടീവോ നമുക്കറിയാമല്ലോ, ബാഴ്സലോണയിൽ നിന്നുള്ള മാധ്യമമാണ്. അവരുടെ ഒരു നിഗമനപ്രകാരം ഇന്ന് ഇറക്കാൻ പോകുന്ന ആദ്യ 11 ഇങ്ങനെയാവും. ഗോൾ കീപ്പറായിട്ട് ഇനാക്കി പെന, പിന്നെ കൂണ്ടെ, കുബാസി, എറിക് ഗാർഷ്യ, ബാൽഡെ, കസാഡോ, പെഡ്രി, പാബ്ലോ ടോറെ, ലാമിൻ യമാൽ, ലെവൻഡോസ്കി, റാഫീഞ്ഞ, ഇങ്ങനെയുള്ള ഒരു 11 കൊണ്ട് ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് ഹാൻസി ഫ്ലിക്ക് പറഞ്ഞത് ഏറ്റവും മികച്ച 11 കൊണ്ട് ഇറങ്ങും. താരങ്ങൾക്ക് ഇപ്പോൾ യമാലിനൊന്നും റെസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് മികച്ച 11 കൊണ്ട് ഇറങ്ങും. മികച്ചൊരു തുടക്കം ലഭിക്കേണ്ടതുണ്ട് ഈ മത്സരത്തിലും. ആരാധകർക്ക് മുന്നിൽ വിജയിച്ച് കയറുകയാണ് ലക്ഷ്യമെന്ന് ഫ്ലിക്കും പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.